guys, welcome back to yet another episode of Mo Studio. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഗെയിൻ ഒരു സീക്രട്ട് റിവീലിംഗ് വീഡിയോ ആണ് ഗൈസ്. അതായത് നമ്മളുടെ അറേബ്യൻ മാസ്കിൻ്റെ ഗ്ലോയിങ് മാസ്കിൻ്റെ റെസിപ്പി ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജസ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സോ നമുക്ക് ഒട്ടും തന്നെ ടൈം ഡിലേ വരുത്തേണ്ട, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കംപ്ലൈൻ്റ് ആണ് ഞാൻ സംസാരിച്ചുകൊണ്ട് വീഡിയോ 19-20 മിനിറ്റോളം ആക്കുന്നു എന്നുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം, നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. So without any further delay, let's get to the video. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഇന്ന് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരാണ്ട് സംസാരിച്ച് എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും സ്പീഡ് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണാവുന്നതാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഇതിൽ ആകെ 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ 5ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അതായത് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ പറഞ്ഞേക്കുന്ന 5ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ 5 ഇൻഗ്രീഡിയൻസ് ആണ് വന്നിട്ടുള്ളത്. സോ ഹൗ ടു മേക്ക് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം കിച്ചണിലേക്ക് ഓടി പോവുക, ഒരു ബൗൾ എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് 1 സ്പൂൺ അരിപ്പൊടി, അതായത് ഈ എടുക്കുന്ന അരിപ്പൊടിയിൽ ഗ്രാന്യൂൾസ് ഉണ്ടാവാൻ പാടില്ല, ക്രഷ് തരി ഉണ്ടാവാൻ പാടില്ല. കാരണം വി ഹാവ് ടു മേക്ക് ഇറ്റ് ടു എ സ്മൂത്ത് പേസ്റ്റ്. അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കണം. അതായത് ഈ അണ്ടർ ഐ ക്രീംസ് ഒക്കെ ഇല്ലേ, അത്രയ്ക്ക് സ്മൂത്ത് ആയിരിക്കണം. നമ്മുടെ ഈ ഫേസ് ക്രീം ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരേണ്ടത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ക്രഷ് ഇല്ലാത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി വേവിച്ച ചോറ് അരച്ച പേസ്റ്റ് ആയാലും മതി. ഓക്കെ, നമ്മുടെ നോർമൽ അരിയല്ല, നമ്മുടെ കേരള റൈസ് അല്ല, പച്ചരി വേവിച്ചത് അരച്ചതുണ്ടല്ലോ, ഒരു വൈറ്റ് കളർ പേസ്റ്റ്, അതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂണ് പാലാണ്. പാലില്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഐ വിൽ സജസ്റ്റ് ഓൾവേസ് മിൽക്ക്. കാരണം നമ്മുടെ ഫേസിനെ ഡീപ്പ് ക്ലെൻസ് ചെയ്യുന്ന കാര്യത്തിൽ മിൽക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഓഫ് ടർമറിക് ആണ്. ടർമറിക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഫേസിൽ ഈ കണ്ണിൻ്റെ ചുറ്റിൽ ഒരു നിറമായിരിക്കും, അതുപോലെ തന്നെ ബാക്കി ഫേസിൽ വേറൊരു നിറമായിരിക്കും. അതായത് നല്ല രീതിയിൽ അണീവൺ സ്കിൻ ടോൺ എടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ പിഞ്ച് ഓഫ് ടർമറിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇച്ചിരി, അതായത് 1 സ്പൂണ് ഹണി ആണ്. നാച്ചുറൽ ഹണി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ആൻഡ് ഇനി നിങ്ങൾക്ക് ഓപ്ഷണലാണ് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലാണ്. സോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് എസൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂ ഡ്രോപ്സ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സ്ട്രാ ബെനിഫിറ്റ്സ്. ഓക്കെ, എക്സ്ട്രാ നിങ്ങളുടെ സ്കിന്ന് ലൈറ്റ് പോലെ ഗ്ലോ ആവണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരിക. അതിനുശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് 15 to 20 മിനിറ്റ് വരെ എങ്കിലും ഇത് ഫേസിൽ വെക്കണം. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനും റിമൂവ് ചെയ്ത് കളയാനും. കാരണം ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് സ്കിൻ പോഴ്സിലേക്ക് ഇറങ്ങി സ്കിന്നിലേക്ക് നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്ത് സോ അതവിടെ എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടണം. സോ പെർമനൻ്റ് ആയിട്ട് സ്കിൻ ലെയറിൽ അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു എൻഷുർ ടു മസാജിങ് ഓൺ യുവർ ഫേസ് വൈൽ അപ്ലൈങ് ആൻഡ് ഓൾസോ വൈൽ വാഷിങ് യുവർ ഫേസ്. സോ അത് കൂടുതലായിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഡീപ്പ് നറിഷ്മെൻറ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സോ അപ്ലൈ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ 15 to 20 മിനിറ്റ് വരെ വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയുമ്പോഴും ഇങ്ങനെ പതുക്കെ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഡീപ്പ് നറിഷ്മെൻറ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതിൽ വന്നിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡീപ്പ് നറിഷ് ചെയ്യാനും ഗ്ലോയിങ് ആക്കാനും മുഖത്തെ പാടുകൾ മാറ്റാനും അണീവൻ സ്കിൻ ടോൺ മാറ്റാനും ഡീപ്പ് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് ക്ലിയർ സ്കിൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് അറേബ്യൻസ് സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ്. അതായത് ഈ അങ്ങനെ എല്ലാവർക്കും റെസിപ്പി പറഞ്ഞു കൊടുത്ത് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്കിൻസ്, അങ്ങനത്തെ ഒരു റെസിപ്പി അല്ല. സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഈവൻ ഗൂഗിളിൽ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് കിട്ടിയൊരു റെസിപ്പിയാണ്. സോ ഞാനിത് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. നിങ്ങൾക്കിത് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞേക്കുന്ന ഇഷ്യൂസൊക്കെ ഫേസിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് ഈ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഈ ഫേസ് ഡാർക്ക്നെസ് ഡൾനെസ്
ഡ്രൈനസ് ഒക്കെ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വീക്ക് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂ ചെയ്തോ. പിന്നത്തെ വീക്ക് തൊട്ട് നിങ്ങൾക്ക് 2-3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ മതി. കാരണം ഇത് സ്കിന്നിൽ ഒരു തവണ പിടിച്ചു തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും റിസൾട്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സർക്കിൾസും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും, നല്ല രീതിയിൽ പോയിട്ട് കിട്ടും. കാരണം ഇതിൽ വൈറ്റമിൻ ഇ, സി ആൻഡ് ഓൾസോ സ്ക്രബിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡീപ്പ് എഫക്റ്റാണ് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഡോണ്ട് സ്കിപ്പ് ഔട്ട് ദിസ് വീഡിയോ ഇഫ് യു വാണ്ട് ദിസ് അറേബ്യൻ കൈൻഡ് ഓഫ് ഗ്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ അറേബ്യൻസിൻ്റെ ഫേസിൽ ഒരു പാട് പോലും ഉണ്ടാവില്ല, ഭയങ്കര സ്മൂത്ത് ലൈക്ക് കൈൻഡ് ഓഫ് കൊറിയൻ കൈൻഡ് ഓഫ് ഗ്ലാസ് ഗ്ലോ സ്കിൻ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു സെയിം മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ അപ്ലൈ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും, ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ലൈക്ക് നമ്മുടെ ഈ അണ്ടർ ഐ ക്രീമൊക്കെ വരുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ചില അണ്ടർ ഐ ക്രീംസൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കരമായിട്ട് കട്ടിയില്ലാത്തൊരു ക്രീം ആയിരിക്കും, ഒരു ജെൽ പോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ഫേസ് മാസ്കിന് വന്നിട്ടുള്ളത്. ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാന്ന് പറയില്ല ഒരു ഫേസ് മാസ്കിനെ, അങ്ങനത്തെ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത്. സോ ഞാൻ ഇപ്പോഴും പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഫേസ് മാസ്ക് കൂടിയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ആൽമണ്ട് ഡ്രോപ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഡ്രോപ്സ് ആയിട്ടുള്ള ആൽമണ്ട് എസെൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ ഒരു ഫ്യൂ ഡ്രോപ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ മസ്റ്റായിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ മസ്റ്റായിട്ട് റെസിപ്പി ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം. സോ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ. അപ്പോൾ എല്ലാവരും ഫേസ് മാസ്ക് ട്രൈ ചെയ്യുക, ബ്യൂട്ടി ക്യൂട്ടി ആയിട്ടിരിക്കുക. ബൈ.